കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നീലേശ്വരം നളന്ദ റിസോർട്ടിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റുമാർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൺസൾട്ടന്റുമാർ നേരിടുന്ന വെല്ലുവിളികൾ സംഘടനാ തലത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഏകീകൃതമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഭൂമി രജിസ്ട്രേഷൻ രേഖകളിൽ സാക്ഷികളായി ഒപ്പുവയ്ക്കുന്നതിന് ID കാർഡുള്ള രജിസ്ട്രേഡ് കൺസൾട്ടന്റ് അംഗങ്ങളെ ചുമതലപ്പെടുത്താൻ സർക്കാർ ഉത്തരവിറക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കാനും സമ്മേളനം തീരുമാനിച്ചു. നീലേശ്വരം നളന്ദ റിസോർട്ട് ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ, ഈ റോഡിന്റെ ഇരുവശത്തുമുള്ള ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ആരാ? സർക്കാരാ? അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരാ? അതുപോലെ തന്നെ വേറെ ആരെങ്കിലുമോ? അല്ല. ഈ രാജ്യത്തെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാരാണ്. ഒരു സംശയമില്ല കാര്യത്തില്. ഒരാൾക്ക് 100 ഏക്കറും 10 ഏക്കറും 20 ഏക്കറും 5 ഏക്കറും സ്ഥലമുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ 5 സെന്റ് വാങ്ങാൻ അവസരമുണ്ടാക്കിയത് റിയൽ എസ്റ്റേറ്റുകാരനാണ്. ശരിയല്ലേ? 1 ഏക്കർ സ്ഥലമുള്ളവന് 5 സെന്റിൽ ഒരു വീട് വെക്കണമെങ്കിൽ എങ്ങനെ വെക്കും? അവിടെ 1 ഏക്കർ വാങ്ങിച്ച് പ്ലോട്ടുകളായി സാധാരണക്കാരന് വിൽക്കുന്നതിനും സാധാരണക്കാരന് വാങ്ങുന്നതിനും വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കിയ റിയൽ എസ്റ്റേറ്റുകാരനാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആർക്കും കണ്ടുകൂടാ. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് VV ചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മാറ്റപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ അജി പെരിങ്ങമല നിയമാവലി വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോസ് വിക്ടർ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി AJ ജെയിംസ്, തൃശൂർ ജില്ലാ സെക്രട്ടറി മുസ്തഫ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടോമി ജോർജ് കുമ്പാട്ട് സ്വാഗതവും ട്രഷറർ അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.